യുദ്ധം ഒരു പരിഹാരത്തിലേക്ക് നീളുന്നു എന്ന സൂചനയൊക്കെ നൽകിയെങ്കിലും കാര്യങ്ങളൊന്നും അവിടെ അല്ല. യുദ്ധമായിട്ട് തന്നെ തുടരുന്നു എന്നാണല്ലോ ഇപ്പോൾ കിട്ടുന്ന വിവരം. മാത്രമല്ല, ട്രംപിന്റെ ഈ പ്രസ്താവനകളെയോ അല്ലെങ്കിൽ അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ, അദ്ദേഹത്തിന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു നിഗമനത്തിൽ എത്താൻ പറ്റാത്ത സാഹചര്യമാണ്. അദ്ദേഹം 5 ദിവസം വെടിനിർത്തൽ എന്ന് പ്രഖ്യാപിക്കും, പക്ഷേ ഇൻ എഫക്ട് വെടിനിർത്തലൊന്നും ഉണ്ടാവില്ല. ഇറാനുമായി ചർച്ച നടക്കുന്നു എന്ന് പറയും, അപ്പോൾ ഇറാനുമായിട്ട് യാതൊരുവിധ ചർച്ചകൾ എവിടെയും നടക്കുന്നുണ്ടായിരിക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. പക്ഷേ യുദ്ധത്തിന്റെ ഒരു ഗതി അവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോഴും ശക്തമായ സംഘർഷം നടക്കുന്നു. അത് ഒരു യുദ്ധതന്ത്രത്തിന്റെ ഒരു തലത്തിൽ നിന്ന് ആലോചിച്ചാൽ പ്ലെന്റി ഓഫ് ടാർഗറ്റ്സ് അല്ലെങ്കിൽ റിച്ച് ടാർഗറ്റ്സ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാനുള്ളത്. എന്ന് വെച്ചാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന് ചുറ്റുവട്ടം മുഴുവനും ആക്രമിക്കാൻ പറ്റുന്ന നിരവധി സ്ഥാനങ്ങളാണ്. അവർക്ക് പ്രതിരോധമൊന്നുമില്ല. ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇറാനിലെ ഏത് മേഖലയിൽ എപ്പോൾ വേണമെങ്കിലും ബോംബാക്രമണം നടത്താൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അതേസമയം ആക്രമിക്കാനുള്ള ഇറാന്റെ കഴിവ് ചോർന്നു പോയിട്ടില്ല. അക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ ഇറാന് ആക്രമിക്കാൻ ചുറ്റുവട്ടവും ധാരാളം സ്ഥാനങ്ങളാണുള്ളത്. അത് 6 ഗൾഫ് രാജ്യങ്ങളുണ്ട്, മറ്റ് വെസ്റ്റ് ഏഷ്യയിലെ വിവിധ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്, ഹോർമുസ് കടലിടുക്ക്, ഗൾഫ് ഓഫ് ഒമാൻ അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ്, ഇവിടെയൊക്കെയുള്ള ഏത് ലക്ഷ്യങ്ങളെ വേണമെങ്കിലും ഇറാൻ ആക്രമിക്കാം. അതിന് വലിയ സാങ്കേതിക വിദ്യയൊന്നും വേണ്ട. സാധാരണ റോക്കറ്റുകളും അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് ചുറ്റുവട്ടവുമുള്ള എല്ലാ സ്ഥാനങ്ങളെയും ആക്രമിക്കാനുള്ള ശേഷി ഇറാനുണ്ട്. അത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് വലിയ കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാക്കാൻ ഇറാന് കഴിയും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 കോടിയോളം ഇന്ത്യക്കാർ അവിടെയുണ്ട്. ഈ 1 കോടിയോളം ഇന്ത്യക്കാരെ ഒന്ന് അവിടെ ഇവാക്യുവേറ്റ് ചെയ്യുക സാധ്യമാണ്. അപ്പൊ അവിടെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ മുഴുവനും, ഇപ്പോൾ ദുബായ് പോലെയുള്ള നഗരം എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഇന്ത്യൻ നഗരം പോലെ നമുക്ക് സുപരിചിതമാണ്. ഇന്ത്യക്കാർ അത്രയും അധികം ഉണ്ട്. അത് ദോഹയാണെങ്കിലും മസ്കറ്റ് ആണെങ്കിലും ഈ നഗരങ്ങളെല്ലാം അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ മൊത്തത്തിൽ ഇന്ത്യക്കാരുടെ 2ാം വീട് എന്ന് പറയാവുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ സംഘർഷാവസ്ഥ തുടരുന്നു എന്നുള്ളതാണ്. ഇനി ട്രംപ് ഇതിലൊരു പരിഹാരം കണ്ടാൽ പോലും ഇസ്രായേലിന്റെ നിലപാട് നിർണായകമാകും. കാരണം ഇസ്രായേലിന്റെ പ്രതികാരത്തിന്റെ വ്യാപ്തി നമുക്ക് ഇവിടെ ഇരുന്ന ഒരു ചർച്ചയിൽ നമുക്ക് അളക്കാൻ സാധിക്കില്ല. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തെ ഒരു ഹമാസിന്റെ ആക്രമണമായിട്ടല്ല ഇസ്രായേൽ കാണുന്നത്. ഇറാന്റെ പിന്തുണയും സപ്പോർട്ടും, ഇറാൻ നൽകിയിട്ടുള്ള റോക്കറ്റുകൾ, ഇറാൻ നൽകിയിട്ടുള്ള ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ, ഇറാന്റെ പരിശീലനം എന്നിത്യാദി ഘടകങ്ങളാണ് ഇത്ര കൃത്യതയോടുകൂടി ഒരു ആക്രമണം നടത്താനായിട്ട് ഹമാസിനെ ശക്തി നൽകിയത് എന്നതൊരു ഫാക്റ്റാണ്. ഹമാസിന്റെ ശക്തിയെ നമ്മൾ ഒട്ടും കുറച്ച് കാണുന്നില്ല. പക്ഷേ ഇറാനെ പോലുള്ള ഒരു ശക്തമായ രാഷ്ട്രത്തിന്റെ സാന്നിധ്യമില്ല എങ്കിൽ, അവരുടെ പിന്തുണയില്ല എങ്കിൽ ഹമാസിന് അത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ പ്രതികാരം അത് ഗാസയിൽ നമ്മൾ കണ്ടതാണ്. കുട്ടികളെയും സ്ത്രീകളെയും അടക്കം 70,000-ലധികം ആളുകളെ ചുട്ട് കൊന്നിട്ടാണ് ഇസ്രായേൽ അതിന്റെ പ്രതികാരം ഗാസയിൽ നടപ്പാക്കിയത്. ആ റാപ്ത്, ആ ഒരു പ്രതികാരം ഇറാന്റെ കാര്യത്തിലും അവർക്കുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അമേരിക്കയോ അല്ലെങ്കിൽ എന്ത് വിചാരിച്ചാലും ഇസ്രായേല് ഒരു പക്ഷേ യുദ്ധം തുടർന്നുകൂടായില്ല. അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് അടുക്കുന്നതായി സംഘർഷം കൂടായില്ല. അതുകൊണ്ട് ഒരു കൺക്ലൂസീവായിട്ടുള്ള ഒരു അഭിപ്രായം ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. അതേസമയം അമേരിക്കയുടെ ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അവരുടെ പൊളിറ്റിക്കൽ എയിം എന്ന് പറയുന്നത് റെഷീം ചേഞ്ച് ആണ്. അത് നടക്കാനുള്ള സാധ്യതയില്ല. രണ്ടാമത്തത് അവരുടെ തന്ത്രപരമായ ലക്ഷ്യം ഇറാനെ ദുർബലമാക്കുക, അവരുടെ മിസൈൽ സംവിധാനങ്ങൾ തകർക്കുക, മിസൈൽ ടെക്നോളജി വികസിപ്പിക്കുന്നതിൽ അവരെ തടയുക, ആണവ പദ്ധതികളെ പൂർണ്ണമായി നിർത്തിവെപ്പിക്കുക തുടങ്ങിയിട്ടുള്ള തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൂടി നേടാനുണ്ട്. ഈ 2 ലക്ഷ്യങ്ങളിലേക്കും അവർക്ക് ഇതുവരെ അടുക്കാൻ പോലും സാധിച്ചിട്ടില്ല. പക്ഷേ അവരുടെ ഒരു സ്ട്രാറ്റജിയിൽ വന്നൊരു മാറ്റം ഞാൻ കാണുന്നത് ഇപ്പോൾ കാർഗ് ഐലൻഡും ഹോർമൂസ് കടലിടുക്കിന്റെയും നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്മാറും എന്ന നിലയിലാണ് അവരുടെ ഒരു സ്ട്രാറ്റജി ഇപ്പോൾ വരുന്നത്. അവരുടെ മറീനുകളും ഒക്കെ ആ മേഖലയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ടെഹ്റാനിൽ വന്നിറങ്ങി അവരുടെ ഭരണമാറ്റം ഉണ്ടാക്കാനല്ല. ഇറാഖിലൊക്കെ സംഭവിച്ചതുപോലെ ബാഗ്ദാദിലേക്ക് അമേരിക്കൻ പട്ടാളം ഇറങ്ങി സദാം ഹുസൈനെ അറസ്റ്റ് ചെയ്ത് കങ്കാരു കോർട്ടിൽ വിചാരണ ചെയ്ത് കൊലപ്പെടുത്തി
അവിടെ ഒരു പാവ സർക്കാരിനെ പ്രതിഷ്ഠിച്ചല്ലോ. അത്തരത്തിലുള്ള ഒരു നീക്കം അസാധ്യമാണ് ഇറാന്റെ കാര്യത്തിൽ. അങ്ങനെ ഒരു ലക്ഷ്യം അമേരിക്കയ്ക്ക് ഉള്ളതായിട്ടും തോന്നുന്നില്ല. അതേസമയം കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കാനും ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണമായ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കുവാനും അമേരിക്ക ആഗ്രഹിക്കുന്നു. ആ ദിശയിലുള്ള ഒരു സ്ട്രാറ്റജിക് ചേഞ്ച് അമേരിക്കയുടെ യുദ്ധലക്ഷ്യങ്ങളിൽ നമുക്ക് സമീപകാലത്തുണ്ടായ മാറ്റങ്ങളിൽ നിന്ന് നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. ഏതായാലും യുദ്ധം തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റാത്ത വിധം കാര്യങ്ങൾ സങ്കീർണമായി തുടരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.